ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണവും രക്ഷകർതൃ സംഗമവും നടത്തി. കൊല്ലം പള്ളിമുക്ക് യൂനസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് കെ പി സജിനാഥ് തിരിതെളിയിച്ചു. ലഹരിവിരുദ്ധ ടെലിഫിലിമിന്റെ പൂജയും ഇതോടൊപ്പം നടത്തി. കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് മുഖ്യാതിഥിയായിരുന്നു. കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജിനാഥ് തിരിതെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാതാവും നടനുമായ ശിവദാസൻ പാണ്ഡികശാല, വിശിഷ്ടാതിഥികളായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ കൂടിയായ ഫൈസൽ റാസി, കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ സിയാദ് ലത്തീഫ് എന്നിവരെയും ഫിലിമിലെ അഭിനേതാക്കളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ, കോൺഗ്രസ് വടക്കേവിള മണ്ഡലം പ്രസിഡന്റ് പാലത്തറ രാജീവ്, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസാർ, ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് മണി, കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കൈനോസ്, റേഡിയോ ബെൻസിഗർ FM റേഡിയോ അവതാരകനും ആൽഫ പാലിയേറ്റീവ് കൊല്ലം സെന്റർ പ്രസിഡന്റുമായ സന്തോഷ് തങ്ങൾ, കൊല്ലം കൈറ്റ് ക്ലബ് പ്രസിഡന്റ് വടക്കേവിള ശശി, മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തകരായ ജോൺ വർഗീസ് പുത്തൻപുര, കെന്നത്ത് ഗോമസ്, എസ് സുധീർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ ഷിബു മനോഹർ, ഗോപകുമാർ, ഹാഷിർ, സാമൂഹ്യ പ്രവർത്തകരും ആൽഫ പാലിയേറ്റീവ് കൊല്ലം സെന്റർ ഭാരവാഹികളുമായ ഷിഹാബുദ്ദീൻ, നിഷ, ഉഷ, ഗ്രേസി, ബിന്ദു, ഗോമസ്, യൂനുസ് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.